ഈ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുർഘട പ്രതിസന്ധിയെപ്പറ്റി മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ ബോധവാന്മാരാവേണ്ടത്, കോൺഗ്രസിനുണ്ടാവണമല്ലോ ബോധം. തങ്ങളും എങ്ങനെ മന്ത്രിമാരാവണം, ഞങ്ങൾ എങ്ങനെ കേരളം ഭരിക്കുന്നത്? വെറും 9 സീറ്റുകൾ മാത്രം ഒറ്റയ്ക്ക് ഭരിച്ചാൽ കിട്ടുന്ന ഈ കോൺഗ്രസിന്, ഈ ആര്യാടൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ പിന്തിരിപ്പം മൂരാച്ചി സംഘടനയാണെങ്കിൽ ആ സംഘടനയുടെ ഇതൊക്കെ എന്നേക്കാൾ നന്നായി പറയാൻ കഴിയും, പക്ഷെ പറയില്ല. ആ ഒന്നിന്റെ പതാക തമ്മിൽ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് ഈ ആര്യാടൻ മുഹമ്മദും മറ്റുള്ളവർ ഈ അനിൽകുമാറൊക്കെ ജയിക്കുന്നത്. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള UDF ബന്ധം നിലനിർത്തിക്കൊണ്ട് മാന്യത പാലിക്കുന്നു എന്ന് വെച്ച് ഈ ഇദ്ദേഹത്തിന്റെ വകുപ്പ് KSRTC അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആര്യാടന് ഓർമ്മ ആവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത്തരത്തിലുള്ളത്. 2, ഇദ്ദേഹം ഈ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ബഹുമാനമുള്ള സീനിയർ നേതാവ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരുടെ കൂടെയാണുള്ളത്? ഈ ഉഗ്രവാദി സുന്നികൾ എന്ന് പറയുന്ന ഇവിടുത്തെ പള്ളിയിൽ വരെ ബോംബ് വെച്ച ചേകന്നൂർ മുഹമ്മദ് മൗലവിയെ കൊന്ന, പച്ചയിൽ യാതൊരു തെളിവ് നൽകാതെ കൊന്ന ആ മനുഷ്യനാണ് നമ്മുടെ മഹാനായ ഉസ്താദ് എന്ന് പറഞ്ഞ ആളാണ് ആര്യാടൻ മുഹമ്മദ്. എങ്കിൽ ആര്യാടൻ മുഹമ്മദിനെ എങ്ങനെയാണ് മാർക്കിടേണ്ടത്? ആര്യാടൻ വർഗീയവാദിയാണോ? അല്ലേ? പോട്ടെ. ഇപ്പൊ ഇന്ന് ഇവിടെ നമ്മുടെ നരേന്ദ്രമോദിയെ ആനയിച്ചു കൊണ്ടുവന്നതായ ഒരു മഠമുണ്ട്. ആ മഠത്തിന്റെ മാതാ അമൃതാനന്ദമയി, അവരുടെ ആ മാതാവിനെ പറ്റി എന്താ പറഞ്ഞത്? ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനിക്കുന്നതായ ലോകത്തിന്റെ ദൈവം മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സ്വീകരിച്ചാനയിച്ചതായ അതിനെപ്പറ്റി പറയുന്നത് ലോകത്തിന്റെ ദൈവം. അപ്പൊ ഒരു ഭാഗത്ത് തന്റെ താല്പര്യത്തിന് വേണ്ടി ഈ ഉഗ്രവാദി സുന്നികളെ അവരെ പേറി നടക്കുന്നു, ഇത്തരത്തിലുള്ളതായ പിന്തിരിപ്പൻ ശക്തികളെ, ആത്മീയതയുടെ ദൈവങ്ങളെ തലയിലേറ്റി നടക്കുന്നു. മറുഭാഗത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ആരാ? ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് കേരളത്തിലെ സംസ്കൃത യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വ്യക്തി. പെരുമാറ്റത്തിലോ മറ്റു കാര്യങ്ങളിലോ യാതൊരു തരത്തിലുള്ള വർഗീയത, രാഷ്ട്രീയ പാർട്ടിയാണ്, സാമുദായിക പാർട്ടിയാണ്. എങ്കിൽ നമ്മൾ അറിയുന്നതായ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ആ മുസ്ലിം ലീഗ് വർഗീയ സംഘടനയാണെങ്കിൽ കോൺഗ്രസ് അവരെ മാറ്റി പുറത്തു നിർത്തണം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പെടുത്തതായ ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ളതായ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്റെ ഭരണപരമായ പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന മര്യാദ അല്ല.